അനിലക്കര നേരത്തെ തന്നെ CPM നേതാക്കൾക്കെതിരായിട്ടുള്ള മൊഴി അരവിന്ദാക്ഷൻ നൽകിയിരുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ മൊഴി പകർപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. AC മൊയ്തീൻ ഉൾപ്പെടെ പണം വാങ്ങി ഇതിന്റെ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം സ്വന്തം കൈപ്പടയാൽ എഴുതി നൽകിയ മൊഴി പകർപ്പാണ് പുറത്തു വരുന്നത്. മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾക്ക് പല ഭാഗങ്ങളിൽ നിന്ന് കോണുകളിലൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല, ഇത് നമ്മളൊക്കെ വളരെ കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. 2016 മുതൽ AC മൊയ്തീൻ, PK ബിജു, അരവിന്ദാക്ഷൻ ഇവർ 3 പേരും ചേർന്ന് നടത്തിയ ഒരു തട്ടിപ്പാണിത്. ഇത് കണക്ട് ചെയ്ത് നിൽക്കുന്നത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. കരുവന്നൂരിൽ നിക്ഷേപിച്ച പണത്തിനകത്ത് സതീഷ് കുമാറിന്റെ കയ്യിലകത്തുള്ള പണത്തെ സംബന്ധിച്ച് ഇതിനകത്തൊക്കെ വലിയ വിഷയങ്ങൾ നിൽക്കുന്നതാണ്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് സന്തോഷ് ഈപ്പൻ കൈമാറി എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ഈജിപ്ഷ്യൻ പൗരന്റെ കയ്യിലേക്ക് കൊടുത്തുവിട്ട ഡോളർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വരേണ്ടതാണ്. അതുകൊണ്ടാണ് ഇവർ CBI അന്വേഷണത്തെ തടുക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ വരെ കേസ് കൊടുത്തു നിൽക്കുന്നത്. ഇത് വളരെ ക്ലിയർ ആണ്. കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പിനകത്ത് ലൈഫ് മിഷൻ കേസ് മാത്രമല്ല, 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടങ്ങളിൽ AC മൊയ്തീൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ അഴിമതികളുടെ പണം ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിക്ഷേപിച്ചതാണ്. ആ നിക്ഷേപിച്ച പണം 2-3 കമ്പനികൾക്ക് അതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. എന്തായാലും മൊഴി പകർപ്പാണ്, അരവിന്ദാക്ഷൻ EDക്ക് നൽകിയ മൊഴിയുടെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.